ആർജവും അംഗങ്ങൾക്ക് പകർന്നുകൊടുത്ത നേതൃസ്ഥാനമാണ് വെള്ളാപ്പള്ളിയിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ ആ നേതൃത്വത്തിൽ യോഗം വളർന്നു, ട്രസ്റ്റ് വളർന്നു. ആ വളർച്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വ സിദ്ധി അളക്കാൻ നമുക്ക് കഴിയും. കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൽ പുരോഗമനപരവും നേതൃത്വപരവുമായ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് SNDP. അത് കേവലം സാമുദായിക നവീകരണത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു നേതൃത്വം കൊടുത്തത്. ഇന്ന് നമ്മുടെ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ആരും സമ്മതിക്കുന്ന കാര്യമാണ്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ശത്രുക്കളായി കാണുകയും ആ ശത്രുത വളർത്തുന്നതിനു വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നാം കാണുകയാണ്. ആ ഒരു രാജ്യത്ത് വേറിട്ടൊരു നാട് നിൽക്കുന്നു. അതാണ് നമ്മുടെ കേരളം. അതിനിടയാക്കിയത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമായി ഈ നാടിനെ മാറ്റണമെന്ന ഗുരുവിൻ്റെ ആഹ്വാനം നാടാകെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. കേരളത്തിലെ ഗുരു ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുറകിലായിരുന്നു. വലിയ തോതിൽ, മഹാഭൂരിപക്ഷമെന്ന് തന്നെ പറയാവുന്ന തോതിൽ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ വരികയായിരുന്നു. ആ ഒരു നാടിനെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഇറക്കിത്തിരിക്കാൻ ഗുരുവാണ് ആ കാലത്ത് ആദ്യമായും നേതൃത്വം വഹിക്കുന്നത്. അതും ഇതുപോലെ ഈ സ്കൂളിൻ്റെ അനുഭവം പോലെ തൻ്റെ കയ്യിൽ ആശ്രമം സ്ഥാപിക്കുന്നതിന് വേണ്ടി കിട്ടിയ ഭൂമി വിദ്യാലയം സ്ഥാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് മറ്റനേകം അതുപോലുള്ള സംഭവങ്ങൾ. അതിൻ്റെ ഫലമെന്താണ്? ഇന്ന് രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ രംഗം നമ്മുടെ കേരളമാണ് നമ്പർ 1 സംസ്ഥാനമായി നിലനിൽക്കുന്നത്. ഇതും ഗുരുവിൻ്റെ ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താനുള്ള ഇടപെടൽ, അത് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളും ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു എന്നതിൻ്റെ കൂടിയടിസ്ഥാനത്തിലാണ് ഗുരു ഉയർത്തിക്കാട്ടിയ ഭേദഗതിയില്ലാത്ത ലോകം ആ ആശയത്തിൻ്റെ വെളിച്ചമാവണം എന്നും വഴികാട്ടി. മനുഷ്യനെ ഭിന്നിപ്പിച്ച് നേട്ടം കൊള്ളുന്നതിന് തക്കം പാർത്തിരിക്കുന്ന
വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്ത് പൊതുവെ മേൽക്കൈ നേടിയിട്ടുള്ള ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഭേദചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുമിപ്പിച്ച ഗുരുവിൻ്റെ ചിന്തകൾക്ക് വർദ്ധിച്ച പ്രസക്തിയുള്ള കാലമാണിത്. ആ നിലയ്ക്ക് ഗുരു തുടക്കം കുറിച്ച SNDP യോഗത്തിൽ അതിന് സാരഥ്യം വഹിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. ഏതിനെതിരൊക്കെയായിരുന്നോ ഗുരു ശബ്ദമുയർത്തിയിരുന്നത് ആ കാര്യങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള കുൽസിതമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണ ചുമതലാബോധത്തോടെ അത്തരം കാര്യങ്ങളെ എതിർക്കാൻ ഗുരുദർശനം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അപരമത വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ച് കുപ്രചരണങ്ങൾ നടത്തി സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം തകർക്കാൻ ചിലർ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോധപൂർവം കലാപങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന കാലമാണ്. അതിൻ്റെ മറ്റ് ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും. മതപരമായ ആഘോഷങ്ങളെ അടക്കം ഇത്തരക്കാർ അക്രമത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതായി നാം കാണുകയാണ്. ഈ കഴിഞ്ഞ ഹോളി രാജ്യം വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഹോളി ആഘോഷങ്ങളിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും ആക്രമിക്കപ്പെട്ടത് നാം കാണുകയുണ്ടായി. സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഭരണാധിപന്മാരുടെ നടപടികളും നിർഭാഗ്യവശാൽ നമുക്ക് കാണേണ്ടി വന്നു. എന്നാൽ നമ്മുടെ നാട് ഭേദചിന്തയില്ലാതെ കഴിയുന്ന നാട്, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഏറ്റുവാങ്ങിയ നാട് എങ്ങനെ മാതൃകയായി നിൽക്കുന്നു? ഇവിടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും നോമ്പുതുറ അമ്പലമുറ്റത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മതനിരപേക്ഷ കേരളത്തിൻ്റെ ശക്തി. ആ ശക്തി ഗുരുദർശനത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. മതേതരത്വവും അത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം. ഇതാണ് ഗുരുവിൻ്റെ പേരിൽ നിന്നുള്ള പാഠം. ഇത് ചിലർക്ക് ഇറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നു. പറ്റുമെങ്കിൽ അടുത്ത ജന്മം ഒരു പൂണൂൽധാരിയായി പറക്കണമെന്ന് പറയുന്നു. എന്താണിത്? മലയാളിയുടെ മനസ്സിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിക്കുകയാണ്. നാടിനെ പിന്നോട്ട് നടത്താനാണ് നോക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതും ഇത്തരക്കാർ ലക്ഷ്യമിടുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും മാത്രമല്ല വിവരിച്ച ചരിത്രമുള്ളയാണ് എല്ലാവരും. എല്ലാ തരത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളിയെ നമുക്കറിയാം. അപ്പോൾ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു. അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം. അത് മനസ്സിലാക്കാനാവണം. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളതുകൊണ്ടല്ല. ഇതാണ് നാട്. എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം, ഏതിനേയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം. അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യം
പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി. ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അത് മനസ്സിൽ ഒത്തിരിയായിട്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രസ്ഥാനം കൈവരിച്ച പുരോഗതി വളരെ വലുതാണ്. വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കുന്ന പ്രക്രിയ. അതൊരു വലിയ സാമൂഹിക സേവനമാണ്. ആ സേവന മനോഭാവത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ നിരവധി മേഖലകളിൽ നടത്താൻ കഴിയും. സമൂഹം ഇന്നത് ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ആ ധർമ്മം കൂടുതൽ കാര്യക്ഷമമായി നിറവേറ്റുവാൻ തുറന്നുള്ള കാലങ്ങളിലും കഴിയണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. SNDP യോഗം രൂപീകരിക്കപ്പെട്ട കാലത്തെ ആശയങ്ങൾ കാലാനുസൃതമായി നവീകരിക്കാനും ഒരു സന്ദേശങ്ങളുടെ സത്ത പ്രായോഗികമാകും വിധം ഇനിയും ദീർഘകാലം ഈ പ്രസ്ഥാനത്തെ നയിക്കാനും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ. അടുത്തതായി നാം ഏവരും കാത്തിരിക്കുന്ന മുഹൂർത്തമാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ അറിഞ്ഞ് ഈഴവന്റെ ജീവിത മേൽവിലാസത്തിന് ഒത്തു പറയാതെ കുറിക്കുകൊള്ളുന്ന വാക്കുകളാൽ ഉള്ളത് പറയുന്ന മഹനീയ വ്യക്തിത്വം. SNDP യോഗമാകുന്ന പേര് തെളിക്കുവാൻ ഗുരുദേവൻ നമുക്ക് നൽകിയ കൃഷ്ണ തേജസ്, സാമുദായിക സാമൂഹ്യ നമസിൽ സൂര്യ തേജസ്സായി തിളങ്ങുന്ന പകരക്കാരനില്ലാത്ത അമരക്കാരൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ SNDP യോഗം ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയിട്ട് 3 പതിറ്റാണ്ട് പിന്നിടുന്നു. ഇത്രയും കാലയളവ് പ്രവർത്തനത്തിനായി ലഭിച്ചു എന്നത് തന്നെയാണ് ഒരാളുടെ പ്രവർത്തന മികവിന്റെ ഉദാഹരണം. അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് എടുത്തത്. അദ്ദേഹത്തിന് കേരളത്തിന്റെ ആദരവ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെയും ആദരവ് സ്വീകരിക്കുന്നതിനായി SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളെയും സാദരം ക്ഷണിക്കുന്നു. Oh. മഞ്ഞഹാരം മുഖ്യമന്ത്രിക്കല്ലേ ഉള്ളത് തന്നെ. അവിടെ പ്രസംഗം ഇവിടെ ഇല്ല. എവിടെയെല്ലാം പ്രസംഗം കഴിഞ്ഞിട്ട് 4% കഴിഞ്ഞിട്ട്
മറുപടി പ്രസംഗത്തിനായി ആദരണീയനായ ജനറൽ സെക്രട്ടറി സർ വെള്ളാപ്പള്ളി നടേശൻ അവരെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവരും ശാന്തരായി അവരവരുടെ സീറ്റുകളിൽ സദയം ഇരുന്നു. നമ്മുടെ സമ്മേളനങ്ങൾ പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ നിങ്ങളെല്ലാം സാന്നിധ്യവും സഹകരണവും എല്ലാം ഉണ്ടാകണമെന്ന് അപേക്ഷയാണ്. മുഖ്യമന്ത്രി ഇവിടെ നല്ല നല്ല വാക്കുകൾ ഒരുപാട് നേരം പ്രസംഗിച്ചു. അടുത്തൊരു സമ്മേളനത്തിന് 6 മണിക്ക് എത്തേണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ നമ്മളോട് നല്ല വാക്കുകൾ പറയുവാൻ ബഹുമാനായ നമ്മുടെ മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. അവിടെ നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടി നിങ്ങളെല്ലാം ശാന്തരായി സമാധാനമായി സന്തോഷത്തോടുകൂടി അല്പനേരം കൂടി ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അധ്യക്ഷൻ പ്രിയപ്പെട്ട കൃഷി ശ്രീ പി പ്രസാദ്, ആദരണീയരായ മന്ത്രിമാർ ശ്രീ പി എൻ വാസവൻ, ശ്രീ സജി ചെറിയാൻ, ശ്രീ പി രാജീവ്, മറ്റ് വിശിഷ്ടാതിഥികൾ, മാന്യ സദസ്യർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, SNDP യോഗം സാരഥ്യത്തിലേക്ക് അപ്രതീക്ഷിതമായി ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ. ഈഴവരുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ശക്തവും രക്തവും മറ്റയും മാംസവും ഈ സംഘടനയുടെ പരിസ്ഥിതി ഘട്ടങ്ങളിലൊന്നിൽ ആദരണീയനായ ശാശ്വതാനന്ദ സ്വാമിയുടെയും കേരളമൂലി പത്രാധിപരായ MS മണിയുടെയും മറ്റ് സ്നേഹസമ്മർദ്ദങ്ങൾക്കും ശ്രീ VS അച്യുതാനന്ദന്റെ പിൻബലത്തിന് മുന്നിൽ കീഴടങ്ങുമ്പോൾ ഇത്രയും ദീർഘമായ കാലം ഈ കസേരയിലിരിക്കാമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അതൊരു ഗുരുദേവ നിയോഗമായിരിക്കാം. 3 പതിറ്റാണ്ട് ഒരു ചെറിയ കാലമല്ല. ചെറിയ കാര്യമല്ല. ജീവനും ഭീഷണിയുണ്ടായി. വധശ്രമം വരെ നേരിട്ടു. വ്യക്തിയുമായി യോഗത്തെ തറക്കാനും പുലർത്താനും ശ്രമങ്ങളുണ്ടെങ്കിലും അവയെല്ലാം തോറ്റു അണങ്ങേണ്ടി വന്നു. ഗുരുദേവന്റെ കണ്ടും ലോകയിലെയും അനുഗ്രഹം നിർലോഭമുള്ളതിനാൽ ഇത്തരം തന്ത്രങ്ങൾ പണ്ട് പോയില്ല, ഇനിയും കഴിയില്ല. മുസ്ലിം സുപ്രീം കോടതി വരെ 100 കേസുകളാണ് യോഗത്തിന് എനിക്കെതിരെ ഉള്ളത്. എങ്കിലും യോഗത്തിന് സ്വീകരണത്തിലും ആക്രമണത്തിനും സമ്പന്നരുടെ ശ്രമം. യോഗം നശിച്ചാൽ തങ്ങളുടെ വാശി ജയിക്കണമെന്നാണ് സമീപനങ്ങൾ ബന്ധം ഉറപ്പിച്ച പ്രസ്ഥാനമാണെങ്കിൽ ആ വിചാരത്തിൽ തന്നെ ഒരു കോറ പോലും ഏൽപ്പിക്കാൻ സാധിക്കില്ല. വിഷയങ്ങൾക്കും കേസുകൾക്കും മുന്നിൽ തോറ്റുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരെയും ഒത്തുചേർത്ത് മുന്നോട്ട് പോകാനാണ് ഇന്ന് സംശയപ്പെടുന്നത്. SNDP യോഗത്തിനും പ്രവർത്തനത്തിനും ഇപ്പോൾ ലഭിക്കുന്ന അംഗീകാരത്തിനും ആദരവിനും ഒട്ടേറെ പേരെ ഉയർത്തുന്നു. അതിന് നേതൃത്വം കൊടുക്കാനായ അഭിമാനമുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരുടെ വീടുകളിലേക്ക് ജീവിതത്തിലേക്ക് SNDP യോഗത്തെ എത്തിക്കാനായി എന്നതാണ് വിജയകരമായി കാണുന്നത്. എതിർപ്പുകളെയും വെല്ലുവിളികളെയും അവസരങ്ങളായി കണ്ട് പോരാടുകയാണ് ഇതുവരെ എത്തിയത്. വലിയ ധർമ്മോടനായി അർപ്പണ സമുദായ
ഇതിൽ നോക്കിയേ കാണാം. ആരോഗ്യം അനുവദിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും. ഈ ഒരു രണ്ടു സാന്നിധ്യങ്ങൾ നമ്മളെ അനുഗ്രഹിച്ച പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്കുള്ള നിശ്ചയമായ നന്ദിയും കടപ്പാടും ശേഖരപ്പെടുന്നു. സന്ദീപിയോടും പിന്നോക്ക സമുദായത്തോടും എപ്പോഴും കരുണാപൂർവമായ സമയങ്ങൾ സ്വീകരിക്കുന്ന നേതാവും ഭരണാധികാരികളാണ് ശ്രീ പിണറായി വിജയൻ. സർക്കാരുമായുള്ള ഇടപാടുകൾ പല കുറവുകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊന്നും പൊതുവേദി പറയാതെ മുഖ്യമന്ത്രിയുമായി സ്വകാര്യമായി സംസാരിച്ച് പരിഹാരം ഉണ്ടാകുവാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ വിഷയങ്ങൾ കേൾക്കാനും പരിഗണിക്കുവാനും നടപടികൾ ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ ശ്രീ പിണറായി തന്നെ ഭരണപ്രവർത്തിയിലേക്ക് എത്താനുള്ള കാലാവസ്ഥയാണ് നിങ്ങളുള്ളത്. മൂന്നാമത്തെ മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് സാമൂഹ്യ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മികച്ച പാർലമെന്റേറിയൻ, മികച്ച പ്രാസംഗികൻ എന്നീ നിലകളിൽ തിളങ്ങിയ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി, സാമൂഹ്യ കൗൺസിൽ എന്നിവയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് മികച്ച പ്രസംഗത്തിലൂടെ വ്യവസായ മേഖലയുടെ കുതിപ്പ് മാത്രം ലക്ഷ്യമിട്ട് അനേകം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവരുടെ ഒരു വീട്ടിൽ ഒരു വ്യവസായം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ചേർത്തലയുടെ ജനകീയനായ MLA, കേരളത്തിന്റെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി പ്രസാദ്, ബഹുമാനായ മന്ത്രിമാർ ശ്രീ VN വാസവൻ, സജി ചെറിയാൻ, ഇന്നത്തെ എല്ലാവരുടെയും ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട SNDP യോഗത്തിന്റെ സദസ്സിനുമുള്ള പ്രിയപ്പെട്ടവരായ ഒന്നും പറയേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. 30 വർഷം SNDP യോഗത്തിന്റെയും അതുപോലെ SNSന്റെയും നേതൃപദവി തുടർച്ചയായി നിർവഹിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. ചരിത്രം പറഞ്ഞത് കുമാരനാശാന്റെ 14ാമത്തെ വർഷത്തെ റെക്കോർഡ് മറികടന്നതോടെ പുതിയ ചരിത്രത്തിലേക്ക് എത്തി. അതിപ്പോൾ ഇനി ആർക്കും മറികടക്കാൻ പറ്റാത്ത ഒരു പുതിയ റെക്കോർഡായിരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ പ്രതിബന്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. കഞ്ചുറങ്ങര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലേക്ക് 60 വർഷം പിന്നിട്ട ഘട്ടത്തിൽ അന്നത്തെ ആഘോഷത്തിലും പങ്കെടുക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചു. ആ യോഗത്തിൽ അന്ന് ഞാൻ ഉദ്ധരിച്ചത് ഗുരുദേവന്റെ ചെറായി പ്രസംഗമായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് വ്യവസായങ്ങളാണ്. ക്ഷേത്രം, കണ്ണാടി പ്രതിഷ്ഠ, പിന്നെ വിദ്യ കൊണ്ട് സ്വതന്ത്രമാവുക. ഇനി നമുക്ക് വ്യവസായം. അങ്ങനെയാണ് SNDPയുടെ സെക്രട്ടറിയും കവിയും മഹാകവി കുമാരനാശാൻ ആലുവയ്ക്കടുത്ത് ചെങ്ങമനാട് അവിടെ പോയി ഭാഗമായിട്ടാണ് നമ്മുടെ സോമൻ ഡോക്ടറൊക്കെ അടുത്ത് ചെങ്ങമനാട് പോയിട്ട് വോട്ട് കമ്പനി ആരംഭിച്ചു. ആ വോട്ട് കമ്പനിയുടെ ഇന്നത്തെ ഡയറക്ടർ എന്ന് പറയുന്ന അന്നത്തെ പങ്കുകാര യോഗത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നു വോട്ട് അപകടത്തിൽ. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ ഭാനുമതി ടീച്ചറായിരുന്നു അത് നടത്തിക്കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ 2003 വരെ പേരെക്കൂട്ടി പ്രദീപ് നടത്തിക്കൊണ്ടുപോയി. അപ്പോൾ മഹാകവി ആശാനെ വരെ വ്യവസായിയാക്കി മാറ്റിയ പ്രഖ്യാപനമായിരുന്നു ഗുരുദേവന്റെ. ഇപ്പൊ ഇവിടെ നമ്മുടെ കൃഷിമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഈ ഇന്ത്യയിലും വ്യവസായ പ്രദർശനം എന്നുള്ളതൊന്നും പരിചിതമല്ലാതിരുന്ന കാലത്ത് SNDP യോഗത്തിന്റെ സമ്മേളനത്തോടനുബന്ധിച്ചാണ് 1905 എൻ്റെ ഓർമ്മ, കൊല്ലത്ത് കേരളത്തിൽ ആദ്യമായി, ഇന്നത്തെ കേരളം വന്നിട്ടില്ല, അന്നത്തെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു വ്യവസായ പ്രദർശനം നടത്തിയത് SNDP യോഗമാണ്. അതിനുശേഷം അടുത്ത സമ്മേളനത്തിലും വ്യവസായ പ്രദർശനം SNDP യോഗം സംഘടിപ്പിക്കുകയുണ്ടായി.
അപ്പൊ അതിന്റെ ഒരു വികസിതമായ തുടർച്ച എന്ന നിലയിൽ ഈ 30 വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ ഒരു വ്യവസായം എന്ന കാഴ്ചപ്പാട് സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്ന് നടപ്പിലാക്കിയതിന് ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളിയോടും SNDP യോഗത്തോടും ഈ സന്ദർഭത്തിൽ ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രഖ്യാപനം പരമാവധി പ്രായോഗികമാക്കാൻ വ്യവസായ വകുപ്പിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി ചുമതലപ്പെടുത്തും എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടും ഈ 3 ദശകത്തെ നിസ്തുലമായ നേതൃത്വത്തിന് അദ്ദേഹത്തിന് പ്രത്യേകം ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചു വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുലർത്തുന്ന ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവരെ ഗുരു സന്ദേശം നൽകുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീ പി പ്രസാദ് അവരെ സ്വാഗതം ആശംസിച്ച ശ്രീ KP നായർ, സമാധാനിയായ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി, ബഹുമാനായ മന്ത്രി ശ്രീ സജി ചെറിയ, നേരിലുള്ള കമ്മൻഷൻ ശ്രീ പ്രസാദ് വെള്ളാപ്പള്ളി തുടങ്ങി മറ്റ് ബഹുമാന്യരായ ജനനേതാക്കൾ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരൻ, 3 പതിറ്റാണ്ടിലേറെ കാലം ഒരു സംഘടനയുടെ അമരക്കാരനായിരുന്നു എല്ലാവരുടെയും സ്നേഹാദരവുകൾ പിടിച്ചുപറ്റി തൻ്റെ വിജയകരമായ ജൈത്രയാത്ര അനുസ്യൂതം തുടരുന്ന ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിക്കുക. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാളുവരെ ഒരു സംഘടനയ്ക്ക്, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയേറെ കാലഘട്ടം ഒരു സംഘടനയുടെ അമരത്തിൽ നിന്നുകൊണ്ട് എല്ലാവിധത്തിലുള്ള എതിർപ്പുകളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് എല്ലാവരുടെയും സ്നേഹാദരവും പിടിച്ചുപറ്റി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ചരിത്രം വേറെയില്ല. ഒരാൾ ലീഡറാകുന്നത് വരുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഒരാൾ ലീഡറാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രൈസിസ് മാനേജരാണ് ലീഡർ. അത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുക. എല്ലാവരും ഒരു 58 വയസ്സെത്തുമ്പോൾ പെൻഷൻ വരുന്ന സർക്കാർ സർവീസിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്രമ ജീവിതത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കുന്ന സമയത്ത് പോരാട്ട രീതിയിലേക്ക് കടന്നു വരുന്ന ഒരു ജനസംഘത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പ്രത്യേകതയിൽ അദ്ദേഹം 3 പതിറ്റാണ്ട് കാലം വിശ്രമരഹിതമായി നിശ്ചയദാർഢ്യത്തോടുകൂടി ലക്ഷ്യപൂർവ്വത്തിൽ ത്യാഗമനോഭാവത്തോടുകൂടി അദ്ദേഹം എവിടെയാണോ സംഘടന എത്തിക്കേണ്ടത് ആ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ നേതൃത്വ പാഠവുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ശ്രദ്ധേയമായി മാറുന്നത്. ഇതാണ് കേരളത്തിൽ മറ്റാർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതും ഇനി ഒരുപക്ഷെ ലഭിക്കാൻ കഴിയാത്തതുമായ കാര്യം എന്നതാണ് എടുത്തു പറയുന്നത്. കാരണം 58 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസശീലത്തിലേക്ക് പോകുമ്പോൾ 60 വയസ്സിൽ ഷട്ടി കൊടുക്കുന്നത്. ഇവിടെ ഊർജ്ജസ്വലതയോടെ ഒരുപക്ഷെ തന്റെ മുൻഗാമികൾ സൃഷ്ടിച്ച പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ അനുഭവസമ്പത്തിലൂടെ എല്ലാം അദ്ദേഹം ആ ഊർജ്ജസ്വലതയും അനുഭവസമ്പത്തിനെല്ലാം പുറത്തിറക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന സംഘടന നയിച്ചു എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നതാണ് എടുത്തു പറയാം. മറ്റൊന്ന് അദ്ദേഹത്തിന് എല്ലാ ഘട്ടങ്ങളിലും സഹധർമ്മിണിയും കൂടെ SNDP യോഗത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഹായിക്കുന്ന സാഹചര്യം പല ഘട്ടങ്ങളിലും കാണാം. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ നമ്മളെല്ലാം വായിച്ചിട്ടുണ്ട്, കേട്ടു. മനോഹരമായ ആ കാവ്യഭാവനയിൽ ഒരു ഘട്ടത്തിൽ രാജാവ് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചതുരംഗക്കളിയിൽ യഥാർത്ഥത്തിൽ രാജാവ് പരാജയപ്പെടുന്ന ഒരു ഘട്ടം വരുമ്പോൾ രാജ്ഞി സ്വന്തം കുഞ്ഞിന് താരാട്ട് പാടിക്കൊണ്ട് ഉറക്കുന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തന്റെ താരാട്ട് പാട്ടിൽ ഒരു മാറ്റം കുറിച്ചുകൊണ്ട് ഒരു പാട്ട് പാടി. അത് മറ്റൊന്നുമായിരുന്നില്ല, ഇങ്ങനെ രാജ്ഞി പാടിയ ഈ പാട്ട് എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന് ആളെ ഉള്ളിയ
ആ കളിക്കളത്തിൽ ജയിക്കും. അന്നേരം തോന്നിയ മനസ്സിലെ ഒരു കവിതയാണ് ആ കുട്ടിയെ താരാട്ട് പാട്ടി ഉറക്കുന്ന രൂപത്തിൽ രാജ്ഞി അവതരിപ്പിച്ചത്. പെട്ടെന്ന് രാജാവ് ആളിനെ മുമ്പി ആ കളിക്കളത്തിൽ ജയിക്കുന്നു. അങ്ങനെ ഒരു രാജ്ഞിയായി സഹധർമ്മിണിയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്. അതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓടിയെത്തി സമയബന്ധിതമായി പ്രശ്നങ്ങളിൽ ഇടപെട്ട് സന്ദർഭോചിതമായി ആ വിഷയങ്ങൾ പഠിച്ച് അതിൽ കേന്ദ്രീകരിച്ച് നിർഭയമായി തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ശൈലിയിൽ ഒപ്പം തന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ കണിക്കുന്ന കരുതലും വ്യക്താനും എല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വപാഠത്തിന്റെ ഗുണമാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നേതാവിനുണ്ടാവേണ്ട സവിശേഷമായ ഗുണങ്ങൾ: 1 അർപ്പണ മനോഭാവം, 2 ലക്ഷ്യബോധം, 3 നിശ്ചയദാർഢ്യം, 4 സേവന സന്നദ്ധത, ഒപ്പം ക്രൈസിസ് ഏത് വന്നാലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ആത്മധൈര്യം. അത്തരത്തിലുള്ള എല്ലാ ഗുണങ്ങളും ഒത്തിറങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് തടയാൻ കഴിയുന്നത്. ആ നിലയിൽ അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ ഒരു സന്ദേശമാണെന്നോട് പറഞ്ഞു. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമാധാനായ ശ്രീ പിണറായി വിജയൻ ഗുരുദേവന്റെ സന്ദേശം ജാതിഭേദം വലദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേരവാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന അരിവുപ്രതിഷ്ഠയിൽ ആലേഖനം ചെയ്ത കവിത മുതൽ ഏറ്റവും അവസാനം 1924 സർവമത സമ്മേളനത്തിലെ പരമസാരോമേക എന്ന സന്ദേശം വരെ അർത്ഥപൂർണമായി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് അതെല്ലാം ഈ വലിയ വേളയിൽ ആവർത്തിക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാനതിനെ പറ്റി വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രത്യേകിച്ച് വ്യവസായത്തിന്റെ കാര്യം കൂടി എടുക്കുമ്പോൾ നമ്മുടെ കോട്ടയത്തെ നാഗമ്പട ക്ഷേത്രത്തിലെ മാവിൻ ചുവട്ടിൽ നിന്ന് ധ്യാനത്തിന്റെ സമയത്ത് നമ്മുടെ വല്ലശ്ശേരി വൈദ്യരും കിട്ടും വൈക്കും എല്ലാം ചേർന്ന് അദ്ദേഹത്തിന് മുമ്പിൽ പോയി ആവശ്യപ്പെട്ട തീർത്ഥാടനത്തിന്റെ കാലഘട്ടവും ആ തീർത്ഥാടനത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച 8 പ്രധാനപ്പെട്ട സന്ദേശങ്ങളും കൃത്യമായി ഇവിടെ പല രൂപത്തിൽ CM അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിലെല്ലാം അടങ്ങിയിരിക്കും. അതിൽ വിദ്യാഭ്യാസവും സംഘടനയും വ്യവസായവും കൃഷിയും ശുചിത്വവും ഭക്തിയും അതുപോലെ തന്നെ തൊഴിലും അതിന്റെ പരിശീലനവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഗുരുസ്വാമിയുടെ ആ 8 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഞാനതുകൊണ്ട് അവസാനമായി ഇവിടെ ഈ സ്കൂളിലായിരുന്നു വയലാർ രാമവർമ്മ പഠിച്ചിരിക്കുന്നത് എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ആ വയലാർ രാമവർമ്മ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എഴുതിയ കവിതയുടെ ഏതാനും ഭാഗങ്ങൾ കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേവരെ മരണം മരണം എന്നോർമ്മിപ്പിക്കുന്നത് ആ ഗുരുവിന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നും ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിൽ യജ്ഞമൊന്നാരംഭിച്ചു. മനുഷ്യത്വത്തെ തള്ളിപ്പറഞ്ഞ മതങ്ങൾ ആ മതത്തട്ടിൽ നിലത്തെടുത്തിന്നിരുന്നപ്പോൾ വടിയും കുത്തിച്ചെല്ലുമാ കർമ്മയോഗീന്ദ്രന്റെ മിഴികൾ വിശ്രമം കൊണ്ടു വിശ്വം. മനോഹരമായ ഈ കവിത ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് വയലാർ രാമവർമ്മ എഴുതിയാണ്. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ വയലാർ രാമയുടെ ഭാവനാസമ്പന്നമായ ഗുരുവിനെ കുറിച്ചുള്ള ആ വർണ്ണനകളിൽ ഗുരുസന്ദേശം മുഴുവനുണ്ട്. അത് അവതരിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീ വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിന്റെ സെഞ്ചുറി ആഘോഷങ്ങൾക്ക് നമുക്കെല്ലാം ഒരുമിച്ച് കൂടാൻ അവസരമുണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് ആ ആരോഗ്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ ചൈത്രയാത്ര അനുസരിച്ച് തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ BN വാസവൻ അവർ. അദ്ദേഹത്തിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നതിനായി ശ്രീ ത്രിദീപ് കുമാർ അവരെ സാദരം ക്ഷണിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് സജീവ രാഷ്ട്രീയ സാമൂഹിക സേവന രംഗത്ത് നിലയുറപ്പിച്ച ഒരു പൊതുപ്രവർത്തകന് പ്രളയക്കെടുതി സമയത്തെ പ്രവൃത്തികൾ കൊണ്ട് മാത്രം തെളിയിച്ച മനസ്സരിവുള്ള സാമൂഹ്യ പ്രവർത്തകൻ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങളോടെന്നും സ്നേഹവും അടുപ്പവും പുലർത്തുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ മന്ത്രി CP പ്രസാദ്, ആരാധനായ സമിതി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ,
പ്രിയപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ, പ്രിയപ്പെട്ട എം.എൽ. സോമനാഥൻ, വേദിയുടെ സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ കാലിക പ്രസക്തമായ ഒരു പ്രഭാഷണമാണ് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നടത്തിക്കഴിഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പറയേണ്ടതായി സംസ്ഥാന ഗവൺമെന്റ് ശ്രീനാരായണ ആശയങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ സന്ദേശം 10,000 പ്രവർത്തനങ്ങൾ ഇന്ന് നടപ്പാക്കിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ ശ്രീനാരായണ പഠന കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ചെമ്പടിന്തി ഇന്ന് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ കൾച്ചറൽ സെന്റർ കൊല്ലത്ത് ഏതാണ്ട് 60 കോടി രൂപ ചെലവഴിച്ച് അതിന് ഉദ്ഘാടനം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭൂമിയിൽ ശ്രീനാരായണ പാർക്ക്, ഇതെല്ലാം കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പാക്കിയ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളാണ്. 2 പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾ. ഒന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വർഷം. അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്കാളിത്തം, ടി.കെ. മാധവന്റെ സാന്നിധ്യം, നേതൃത്വം, അത് കേരളത്തിൽ എമ്പാടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 1 വർഷം 10,000-കണക്കിന് ജനങ്ങളെ ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യവും ഇടപെടലും സന്ദേശവും നമുക്ക് പഠിപ്പിക്കുകയാണ്. സർവമത സമ്മേളനത്തിന്റെ 100-ാം വർഷം അത് അതിവിപുലമായിട്ടാണ് കേരളത്തിൽ നമ്മൾ നടപ്പാക്കിയത്. അതിന്റെ പ്രചരണ പ്രവർത്തനം 1000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ദർശന പഠന പരിപാടികൾ കേരളത്തിലെമ്പാടും നമുക്ക് നടത്തിയിട്ടുണ്ട്. ഞാനിതെല്ലാം സൂചിപ്പിച്ചത് ഒരു മഹാപ്രസ്ഥാനം അതിന്റെ ആശയങ്ങളുടെ അടിത്തറയിലാണ് അത് ശക്തിപ്പെട്ട് ഈ നിലയിലേക്ക് വളർന്നത്. അതിന് കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ചിന്തകളില്ല. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും ദർശനങ്ങളും കേരളത്തിൽ ഉള്ള കാലത്തോളം കേരളത്തിലുമായ നമ്മുടെ ഐക്യത്തെയും യോജിപ്പിനെയും ഉൾപ്പെടെ തകർക്കാൻ നടത്തുന്ന കുത്സിതമായ ശ്രമങ്ങൾ നമ്മൾ ഗൗരവമായി കണ്ടോളാം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ആ പറഞ്ഞതിനെപ്പറ്റി, അദ്ദേഹം പറഞ്ഞതിനെപ്പറ്റി, ഞാൻ അതിൻ്റെ ഒരു ഭാഗത്തെപ്പറ്റി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് വിവാദം വന്നു. ഇത് വളരെ ഭംഗിയായി എന്താണ് അത് സംബന്ധിച്ചുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശദീകരിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDPO ജനറൽ സെക്രട്ടറി ഒരു മനുഷ്യപ്പറ്റുള്ളവരാണ്, ഒരു മനസാക്ഷിയുള്ളവരാണ്, ഒരു മതേതരമാണ്. ഇത് പറയുന്നത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. എന്തൊരു ബുദ്ധിമുട്ടുണ്ട് എന്റെ അനുഭവത്തിലെ പറയുന്നത്. ഇവിടെ ആരും പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിക്കും. ഒരു നേതാവിന്റെ പിന്നിൽ ചുമ്മാ ആളുകൾ പട്ടം നടത്തില്ല. അത് മനസ്സിലായിക്കോളും. അവരിലൊക്കെ എന്തോ ഒന്നുണ്ട്. അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും, നേതൃത്വം പാഠവർക്കുണ്ടാകും, സംഘടന പാഠവർക്കുണ്ടാകും, പ്രസംഗ പാഠവർക്കുണ്ടാകും. നമ്മളുള്ളവർ എത്രയോ പേര് നാളുണ്ട്, അവരുടെ ഒന്നും ചുറ്റിനും ആൾ കൂടിയിട്ടില്ല. ആ സംഘടനാ പാഠവും നേതൃത്വ പാഠവും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ജീവിക്കുന്നതിന്റെ കാരണം ആ മനുഷ്യനാണ്. അത്ര മനുഷ്യത്വമുള്ള മാനവികതയുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് 30 വർഷം ഇത്രയും പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ ഈ സംഘടനയെ നയിച്ച് ഇവിടെ എത്തി. ഇനിയും ആരോഗ്യവാനായി അദ്ദേഹത്തിന് കഴിവുള്ള കാലത്തോളം, ആരോഗ്യമുള്ള കാലത്തോളം ഈ പ്രസ്ഥാനത്തെ നയിക്കും. ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും എല്ലാ അർത്ഥത്തിലും ഉണ്ടാകും എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ സജി ചെറിയാൻ. അറിയണ്ടേ. ശരി. അടുത്തത്